ഹായ് ഫ്രണ്ട്സ്, വിജയ് രമേഷ് വ്ളോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നുണ്ട്. ബിഗ് ബോസിൻ്റെ 77-ാം ദിവസത്തെ എപ്പിസോഡിൻ്റെ ഫുൾ റിവ്യൂ ആണ് ഞാൻ പറയുന്നത്. എപ്പിസോഡ് തുടങ്ങി അതിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നതിൻ്റെ ഒരു ചുരുക്ക രൂപമാണ് നിങ്ങളടുത്ത് ഞാൻ സംസാരിക്കുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ആക്കാൻ മറക്കല്ലേ കൂട്ടുകാരെ. സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ ബിഗ് ബോസ് വീട്ടിലേക്ക് പോകാം. ഇന്ന് ലാലേട്ടൻ വന്ന ദിവസമാണ്, ഞായറാഴ്ചത്തെ എപ്പിസോഡുമാണ്. ലാലേട്ടനെ കണ്ടതും എല്ലാവരും ഹായ് ലാലേട്ടൻ എന്നൊക്കെ പറഞ്ഞു. ലാലേട്ടനെ ഇരിക്കാനും പറഞ്ഞു. എല്ലാവരും ഇരുന്നിട്ട് ചോദിക്കുവാണ്, എന്താ എല്ലാവരും ഇല്ലേ, കുറഞ്ഞു പോകുന്നു എന്ന രീതിയിൽ കേട്ടോ. അതിനുശേഷം നമ്മുടെ ജിൻഡോ ജാസ്മിന് കുറച്ച് അഡ്വൈസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നീ ആര് വന്നാലും പോയാലും നല്ല എനർജിയോടെ കളിക്കണം എന്ന രീതിയിലൊക്കെ സംസാരിച്ചിട്ട്, അൻസിബയോട് നിനക്ക് സംസാരിക്കാൻ പേടിയുണ്ടോ എന്ന രീതിയിലൊക്കെ അവർ ഡിസ്കഷൻ ചെയ്ത് തന്നെ ജിൻഡോ എന്ത് ചെയ്ത് അൻസിബയോട് പോയി പറഞ്ഞു കൊടുക്കുന്നു. അതിനെക്കുറിച്ച് ജാസ്മിൻ എന്താ ലാലേട്ടൻ എന്ത് പറഞ്ഞറിയാവോ, ലാലേട്ടൻ എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ എന്തായാലും അൻസിബയെക്കുറിച്ച് പറഞ്ഞ കാര്യമല്ല ജിൻഡോ പോയി അങ്ങോട്ട് പറഞ്ഞു കൊടുത്തത്. അതെന്താ ജിൻഡോ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജിൻഡോ എണീറ്റ് എന്നിട്ട് പറഞ്ഞു, ലാലേട്ടൻ ഇവിടെ 2 ആഴ്ചയായിട്ട് ഒരു പ്രശ്നമൊന്നും നടക്കുന്നില്ല, ഒരു കൂളായിട്ട് എല്ലാവരും ഇരിക്കുകയാണ്, അപ്പോൾ ഒന്ന് ഫയറാക്കാൻ നോക്കിയതാണെന്ന രീതിയിൽ. അപ്പോൾ ഓഡിയൻസൊക്കെ ഭയങ്കര കൈകാരിയായിരുന്നു കേട്ടോ. എന്തായാലും അതിനുശേഷം ഫസ്റ്റ് ടാസ്ക് ആരംഭിച്ചിരിക്കുകയാണ്. ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ലാലേട്ടൻ പറയുന്നുണ്ട്, ഇവിടെ ഹാർഡ് വർക്ക് കൊണ്ടും ലക്ക് കൊണ്ടും നിൽക്കുന്നത് ആരാണ്, ഓരോരുത്തരായിട്ട് പറയുക. അപ്പോൾ ജാസ്മിൻ എണീറ്റ് എന്ന് പറയുന്നത് ലക്ക് കൊണ്ട് ഇവിടെ നിൽക്കുന്നത് അൻസിബയാണ്. ഇവിടെ നടക്കുന്ന ഒരു പ്രശ്നങ്ങൾക്ക് പോലും അൻസിബ ഇടപെടാറില്ല. അപ്പോൾ ഒരു ലക്ക് കൊണ്ടിട്ടാണ് അൻസിബ ഇവിടെ നിൽക്കുന്ന രീതിയിൽ. പിന്നെ നല്ല ഒരു ഹാർഡ് വർക്ക് എടുത്ത് കളിക്കുന്നത് അർജുനാണെന്ന രീതിയിൽ സംസാരിക്കുന്നു. അർജുൻ ഹാർഡ് വർക്കായിട്ട് ഇവിടെ കളിക്കുന്നത് ജിൻഡോ ആണെന്ന് പറയുന്നുണ്ട്, ലക്കായിട്ട് ഇവിടെ നിൽക്കുന്നത് നോറയാണെന്ന് പറയുന്നുണ്ട്. അൻസിബയും ഹാർഡ് വർക്കായിട്ട് ജിൻഡോയാണ്, ലക്ക് നോറ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജിൻഡോയും അങ്ങനെയാണ് കേട്ടോ, ഹാർഡ് വർക്ക് അൻസിബയും ലക്ക് നോറയുമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്കായിട്ട് നിൽക്കുന്നത് ജിൻഡോയെയും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ലക്കായിട്ട് നിൽക്കുന്നത് നോറയുമായിട്ടാണ് വീട്ടുകാർ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിനുശേഷം ബ്രേക്കായിരുന്നു. ബ്രേക്കിന് ശേഷം ലാലേട്ടൻ വന്നിട്ട് പറയുന്നു, ടിക്കറ്റ് ഫിനാലിൽ ഇപ്പോൾ റഷ്യയാണ് പോയിന്റ് നേടിയിരിക്കുന്നത്, എന്നാൽ നിങ്ങളിൽ ഒരാൾക്ക് കൂടി അതിനുള്ള ചാൻസ് കിട്ടാൻ പോവാണെന്ന രീതിയിൽ പറഞ്ഞതിന് ശേഷം ടാസ്ക് കളക്ടർ സ്വിച്ച് വായിക്കുന്നുണ്ട്. എല്ലാവരും ഗാർഡൻ ഏരിയയിൽ നിൽക്കുന്നുണ്ട്. 11 പെഡസ്റ്റലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഈ 11 പേർക്കും 11 സ്റ്റിക്കും കൊടുത്തിട്ടുണ്ട്, കുറേ നട്ടും കൊടുത്തിട്ടുണ്ട്, 7 നട്ട്. അതിങ്ങനെ ലംബമായിട്ട് നിർത്തുക. ആദ്യം ആരാണോ ആ ലംബമായിട്ട് നിർത്തുന്നത് അവർ ഈ നെറ്റിനകത്തൂടി കയറി വന്നിട്ട് കത്തിരി കെട്ടി തൂക്കിയിട്ടുണ്ട്. ആ കത്തിരിയെ എടുത്തതിന് ശേഷം അവിടെ റിബൺ വെച്ചിട്ടുണ്ട്. റിബൺ ഒറ്റ കൈ കൊണ്ട് ആ റിബൺ കട്ട് ചെയ്ത് ആ റിബൺ ഫുള്ളും കംപ്ലീറ്റ് എടുത്തതിന് ശേഷം അതിൻ്റെ തുമ്പത്ത് എന്താ പറയണ്ട താക്കോൽ കെട്ടി തൂക്കിയിട്ടുണ്ട്. ആ താക്കോലിൽ നിന്ന് അവിടെ ബോക്സ് വെച്ചിട്ടുണ്ട്. ആ ബോക്സ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് കുറേ ചിത്രങ്ങളുണ്ട്, പസിലായിട്ട് കംപ്ലീറ്റ് ചെയ്യുക. ചിത്രം ആരാണ് ആദ്യം പൂർത്തീകരിക്കുന്നത് അവർ ജയിക്കും. ഇതാണ് ഒരു ടാസ്ക്. അപ്പോൾ ലാലേട്ടൻ വന്നിട്ട് ലാലേട്ടൻ ഡിസൈൻ ചെയ്ത ഒരു ഗെയിമാണ് കേട്ടോ, ബോണസ് പോയിന്റ് ഒരാൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ടിക്കറ്റ് ഫിനാലയുടെ ഫ്ലാഗ് ഇവിടെ ഓൺ ചെയ്തിരിക്കുകയാണ്. ഫ്ലാഗൊക്കെ ഇങ്ങനെ വീശി കാണിക്കുന്നുണ്ട്. അങ്ങനെ അടിപൊളിയായിട്ട് ഇതാ ടാസ്ക് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ടാസ്ക് ഞാൻ പറഞ്ഞത് എന്താണെന്ന് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓരോരുത്തർക്കും സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റിക്ക് വെച്ചിട്ട് ഇതാ ഇങ്ങനെ നട്ടെടുത്ത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ലംബമായിട്ട് നിർത്തണം കേട്ടോ. അപ്പോൾ അതിങ്ങനെ വീണു പോകുകയാണെങ്കിൽ വീണ്ടും ഒന്നേന്ന് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ആരാണോ കംപ്ലീറ്റ് ചെയ്യുന്നത് അവർ കണ്ട് ഇതുപോലെ നിർത്തുക. നിർത്തിയതിന് ശേഷം ആരാണോ ഫസ്റ്റ് വരുന്നത് അവരിത് ഈ വലയ്ക്കകത്തൂടെ നുഴഞ്ഞു വരണം. നുഴഞ്ഞു കയറുന്ന സമയത്ത് അവിടെ കുറച്ച് കത്രിക കെട്ടി തൂക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കത്രിക എടുത്തിട്ടാണ് റിബൺ കട്ട് ചെയ്യേണ്ടത്. റിബൺ കട്ട് ചെയ്യുന്ന ഒത്തിരി റിബണാണ് കേട്ടോ. ആ റിബൺ ഇങ്ങനെ കറക്കി ആദ്യം അർജുനാണ് വന്നത്, പക്ഷേ പിന്നാലെ ജാസ്മിൻ വന്നിട്ട് ജാസ്മിൻ പൊളിയായിരുന്നു. ജാസ്മിനാണ് ഫസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അങ്ങനെ താക്കോൽ കിട്ടി. പിന്നെ എന്താണ് ചിത്രങ്ങൾ എടുത്ത് പസിൽ 2 പേരും ഒരേ സമയത്ത് വന്ന് പസിലൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ജാസ്മിനാണ് അടിപൊളിയായിട്ട് ആദ്യം ചിത്രം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഏഷ്യനെറ്റിൻ്റെ പ്രൊമോയിലുണ്ടല്ലോ, പ്രൊമോയിൽ ലാലേട്ടൻ പറയുന്നുണ്ട് ജാസ്മിൻ 2 കൈ ഉപയോഗിക്കരുത്. പക്ഷേ എപ്പിസോഡ് വന്ന സമയത്ത് അത് കട്ട് ചെയ്തിരിക്കുന്നു. അതെന്താണെന്ന് മനസ്സിലായില്ല. അങ്ങനെ 2 കൈ ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എലിജിബിലിറ്റി ഉണ്ടാവുമോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ജാസ്മിൻ അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട്. അങ്ങനെ വന്ന് അർജുനൊക്കെ ഹഗ് ചെയ്യുന്നുണ്ട്. പിന്നെ ലാലേട്ടൻ നന്നായി കളിച്ചിട്ടുണ്ട്, എക്സലന്റ്, കൺഗ്രാജുലേഷൻ, വെൽ പ്ലേഡ് എന്ന രീതിയിലൊക്കെ സംസാരിച്ചു. അപ്പോഴത്തെ ജാസ്മിൻ പിന്നെ പഠിച്ചവനാണ് നന്ദി എന്ന രീതിയിൽ സംസാരിച്ച്, നിങ്ങൾ കുറച്ച് വെള്ളം കുടിച്ചിട്ടൊക്കെ ഇരിക്കും, ഞാനിതാ വരാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ലിവിംഗ് റൂമിൽ ഇരുന്ന സമയത്ത് ജാസ്മിൻ എവിടെ നിന്നാണ് ഈ ഫയർ കിട്ടിയിരിക്കുന്നത്, ജിൻഡോയാണോ ഇതിൻ്റെ പിന്നിൽ എന്ന രീതിയിൽ. അപ്പോൾ ജിൻഡോ പറഞ്ഞു, ലാലേട്ടാ എനിക്ക് കുഴപ്പമില്ല, അവൾ വന്ന് എനിക്ക് സന്തോഷമുള്ള എന്ന രീതിയിൽ സംസാരിച്ചു. കൺഗ്രാജുലേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഡിസൈൻ ചെയ്ത ഒരിതാണ്. അപ്പോൾ എന്തായാലും ടിക്കറ്റ് ഫിനാലയുടെ ഫസ്റ്റ് നമ്മുടെ ഋഷിക്കാൻ ഒരു പോയിന്റ് കിട്ടിയിരിക്കുന്നത്, ഇപ്പോഴത്തെ രണ്ടാമതൊരു പോയിന്റ് കിട്ടിയിരിക്കുന്നത് ജാസ്മിനാണ്. അങ്ങനെ ഒരു പോയിന്റ് വാങ്ങി ഋഷിയും ജാസ്മിനും ടിക്കറ്റ് ഫിനാലയുടെ പോയിന്റ് വേട്ട തുടങ്ങിയിരിക്കുന്നു. ഇനി നാളെ മുതൽ അടിപൊളി ടാസ്കുകളായിരിക്കും. എന്തായാലും ബിഗ് ബോസ് തീരാൻ
പോകുന്ന സമയത്ത് തന്നെ ടിക്കറ്റ് ഫിനാലേക്ക് നല്ല നല്ല ഗെയിം കൊടുക്കും, അടികളുണ്ടാകും. അപ്പം നമുക്ക് അതിനായിട്ട് കാത്തിരിക്കാം. നല്ല നല്ല ടാസ്കുകൾ വരട്ടെ, അർഹതപ്പെട്ടവർ ജയിക്കട്ടെ. അതിനുശേഷം ഇന്നലെ മുഖം നോക്കി നിങ്ങളോട് സംസാരിക്കാൻ പറഞ്ഞു, എന്നാൽ ഇന്ന് മുഖത്ത് നോക്കാതെ നിങ്ങൾക്ക് സംസാരിക്കും. കർട്ടൻ റൈസർ കേട്ടോ, അങ്ങനെ ഒരു കർട്ടൻ്റെ അപ്പുറവും ഇപ്പുറവും ഇരുന്നിട്ട് സംസാരിക്കും. അപ്പോൾ ആദ്യം സംസാരിക്കാൻ വന്നിരിക്കുന്നത് നോറയാണ്. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു, നോറ ചോദ്യം മാത്രം ചോദിക്കുക, ജാസ്മിൻ ഉത്തരം മാത്രം പറയുക, അതിനുള്ള സമയം കിട്ടും. ബസർ ടു ബസറാണ് കേട്ടോ. അപ്പോഴത്തേക്കും നോറ ചോദിക്കുകയാണ്, നീ എപ്പോഴും പറയുന്നത് ഞാൻ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ടാണ് നിന്നോട് പെരുമാറുന്നതെന്ന രീതിയിൽ, നിനക്കിപ്പോഴും ആ ഒരു അഭിപ്രായമാണ് ഉള്ളതെന്ന രീതിയിൽ ചോദിക്കുന്നത്. അപ്പോൾ ജാസ്മിൻ പറഞ്ഞു, ഞാൻ ആദ്യം വന്നപ്പോൾ നിന്നെയാണ് ഇഷ്ടപ്പെട്ടത്, പക്ഷേ ഞാനൊരു ടാസ്കിൽ പറഞ്ഞ കാര്യം നീ അത് അത്രയും കാലം പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. നോറ പറയുന്ന കാര്യം അത് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ നീ അത് ഉൾട്ടയായിരിക്കും. നീ പറഞ്ഞത് ഇൻഡിവിജ്വൽ ഗെയിം കളിക്കുന്നവരോട് മാത്രമേ ഞാൻ പ്രതികരിക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. ഞാൻ എന്താണ് ഇൻഡിവിജ്വൽ ഗെയിമല്ലേ കളിച്ചിരിക്കുന്നത്? അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യവും പറച്ചിലുമായി ബസറടിച്ചു. അവർ പറഞ്ഞുകൊണ്ട് തന്നെ ആ ചോദ്യത്തെക്കുറിച്ചും ആൻസറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പുറത്ത് വന്നത് കേട്ടോ. അതിനുശേഷം ലാലേട്ടൻ ചോദിക്കുന്നു, സിജോയ്ക്ക് നോറോട് ചോദിക്കണോ? അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, സിജോയ്ക്ക് അഭിഷേകം എന്തെങ്കിലും ചോദിക്കണോ? അപ്പോൾ എന്തെങ്കിലും പറയുന്നുണ്ട്, എന്നാൽ വാടാ എന്ന രീതിയിൽ നമ്മുടെ സിജോയും അതുപോലെ തന്നെ അഭിഷേകം വന്നിട്ടുണ്ടായിരുന്നു. അവരൊരു ഫ്രണ്ട്ലി ടോക്ക് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നോറയ്ക്ക് സിജോയോട് സംസാരിക്കണമെന്നും പറഞ്ഞ് നോറ സിജോയുമായിട്ട് ചോദ്യം ചോദിക്കാൻ വന്നു. അപ്പോഴത്തേക്ക് തന്നെ നന്ദന, ലാലേട്ടാ ഇത് വേണോ എന്ന രീതിയിൽ കേട്ടോ. അങ്ങനെ നോറ സിജോ വന്ന അന്ന് മുതലുള്ള ഇതുവരെയുള്ള ഓരോരോ കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞ് ചോദിക്കാൻ, അതായത് എനിക്ക് ആദ്യത്തെ ആഴ്ച പവർ റൂമുകാർ പണിഷ്മെൻറ്റ് തന്നു, അത് പറയാൻ വേണ്ടി ഞാൻ വന്നു, അപ്പോഴത് കേൾക്കാതെ പോയി. പിന്നെ ജിൻഡോ ചേട്ടൻ പറഞ്ഞൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. പിന്നെ എരിവ് കുറയ്ക്കാൻ വേണ്ടി ഞാൻ തക്കാളി ചേർത്തു, ആ തക്കാളി ചേർത്തതിന് ചേട്ടൻ ഭയങ്കര ഇഷ്യൂ ഉണ്ടാക്കി. പിന്നെ എൻ്റെ അടുത്ത് ചായ ഇടാൻ പറഞ്ഞു, അപ്പോഴത്തേക്ക് ഗ്യാസ് തീർന്നു. ഞാൻ അപ്പോൾ ദൈവത്തോട് നന്ദി പറഞ്ഞു. ഇങ്ങനെ ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങൾ കൈ ആക്ഷനൊക്കെ എടുത്ത് സംസാരിക്കുന്നു. ജിൻഡോ ഇതിങ്ങനെ ആക്ഷൻ എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് സിജോ പറഞ്ഞു, മോനെ എനിക്ക് പറയാൻ അവസരം എന്താ? അപ്പോഴത്തേക്ക് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു, അതായത് ചോദ്യം മതി, ഇനി സിജോയ്ക്ക് മറുപടി പറയാൻ അവസരം കൊടുക്കൂ. ഇല്ല ഞാൻ പറയട്ടെ എന്ന രീതിയിൽ നോറ സംസാരിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ ബസറടിച്ചു. സിജോയ്ക്ക് മറുപടി പറയാൻ അവസരം കൊടുക്കാതെ നോറ ബ്ലാക്ക് ഷിപ്പ് അടിക്കൊണ്ടേയിരുന്നു കേട്ടോ. അതിനുശേഷം സിജോ പറഞ്ഞു, ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? എനിക്ക് മറുപടി പറയാൻ അവസരം തന്നില്ല. ലാലേട്ടൻ ചോദിച്ചു, എന്താണ് സിജോയ്ക്ക് മറുപടി ഒരു അവസരം കൊടുക്കാത്തത്? അപ്പോഴത്തേക്ക് സോറി ലാലേട്ട എന്നൊക്കെ പറഞ്ഞ് ആക്ഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ജിൻഡോ ഇടക്കിടന്ന് ആക്ഷൻ കാണിക്കുന്നുണ്ട്, എന്താണ് ജിൻഡോ? അപ്പോഴേക്കും ജിൻഡോ എണീറ്റെന്ന് പറഞ്ഞു, സാർ ഞാൻ ഇത് തന്നെയാണ് പറയുന്നത്, ഇവിടെ വന്ന കാലം മുതൽ ഞാൻ പറയുകയാണ്, ഇവള് പറയുന്നത് എന്താണെന്ന് ഇവൾക്കും മനസ്സിലാകുന്നില്ല, എനിക്കും മനസ്സിലാകുന്നില്ല, ഇവിടെ ആർക്കും മനസ്സിലാകുന്നില്ല എന്ന രീതിയിൽ എല്ലാവരും ചിരിക്കുകയുണ്ട്. ലാലേട്ടനും ചിരിച്ചു, വന്ന ഓഡിയൻസും ചിരിച്ചു. എന്നിട്ട് ലാലേട്ടൻ ചോദിച്ചു, ജിൻഡോയ്ക്ക് ആരോടെങ്കിലും എന്തെങ്കിലും സംസാരിക്കുന്നു? അയ്യോ വേണ്ട ലാലേട്ട, ഞാൻ എന്നോട് തന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞ് തൊഴുകയ്യോടുകൂടിയാണ് ജിൻഡോ ഇരുന്നത് കേട്ടോ. എന്തായാലും കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. അതിനുശേഷം നമുക്ക് ടിക്കറ്റ് ഫിനാലെ ബോണസ് പോയിന്റ് നേടാൻ വേണ്ടിയിട്ട് ജാസ്മിൻ ഒരു ചിത്രം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ചിത്രം വിത്ത് ലവ് മോഹൻലാൽ എന്ന കയ്യൊപ്പോടുകൂടെ നമ്മുടെ ജാസ്മിന് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് ഭയങ്കര സന്തോഷമായി താങ്ക് യു ലാലേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എവിക്ഷനാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എവിക്ഷനിൽ നിന്ന് 4 പേരാണ്, ഋഷി, അൻസിബ, ശ്രീതു, അതുപോലെ തന്നെ അർജുൻ. അപ്പോഴത്തേക്ക് ലാലേട്ടൻ പറഞ്ഞു, ശ്രീതു പോയി സ്റ്റോർ റൂമിൽ പോകാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ സ്റ്റോർ റൂമിൽ പോയ സമയത്ത് ആ എവിക്ഷനിലെ ഒരു കാർഡുണ്ടല്ലോ, അതിങ്ങനെ തുറന്നു നോക്കിയ സമയത്ത് ലാലേട്ടൻ ഏ എന്നൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അന്തം വിട്ടു, ഇതെന്താ സംഭവം എന്നുള്ളത്. ശ്രീതു വന്ന സമയത്ത് ലാലേട്ടൻ ചോദിച്ചു, എന്താണ് സാർ? ഞാൻ മൂടി അത് വെച്ചായിരുന്നു. മൂടി വെച്ചോ? ഇല്ല, അത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ലായിരുന്നു എന്ന രീതിയിൽ സംസാരിച്ചു. എന്താ ശ്രീധുവിന് അത് ഓപ്പൺ ചെയ്യണോ? എന്നാൽ അത് ഓപ്പൺ ചെയ്തെന്ന രീതിയിൽ ശ്രീധു അത് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ അർജുൻ സേവ്ഡ് എന്നാണ് കാണിക്കുന്നത്. അങ്ങനെ ഈ 13 ആഴ്ചയിൽ അർജുൻ സേവ് ആയിരിക്കുകയാണ്. അതിനുശേഷം ലാലേട്ടനാണ് ശ്രീധുവിൻ്റെ റിസൾട്ട് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ശ്രീധുവും സേവ്ഡാണ്. അങ്ങനെ അർജുനും ശ്രീധുവും സേവ്ഡ് ആയിരിക്കുന്നു. ഇനിയുള്ളത് നമ്മുടെ ഋഷിയും അൻസിബയാണ്. അപ്പോൾ ശ്രീധുവിനാണ് ഭയങ്കര സന്തോഷമായി. ശ്രീധു വിചാരിച്ചില്ല, ശരിക്കും പറഞ്ഞാൽ അൻസിബയെക്കാളും ബെറ്ററാണോ എനിക്കറിയത്തില്ല. ഓക്കെ, ഓഡിയൻസാണ്, പ്രേക്ഷകരാണല്ലോ ഇവിടെ ഓരോന്നും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും അൻസിബയും ഋഷിയുമാണ്. അവർ ഇതുവരെ വന്നിട്ടുള്ള കാര്യങ്ങൾ സ്ക്രീനിൽ രണ്ടുപേരും ഒരുമിച്ച് കാണിക്കാനായിട്ടോ. നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ. എന്തായാലും അതിനുശേഷം ലാലേട്ടൻ പറയുന്നുണ്ട്, നിങ്ങളിൽ ആരാണ് എവിടെയായിരുന്നു ഈ ചിത്രം പറയുന്നുണ്ട്. ഇവരുടെ ചിത്രങ്ങളൊക്കെ ഓരോന്ന് പറഞ്ഞ് കാണിച്ചതിന് ശേഷം അൻസിബയുടെ ചിത്രം വന്ന സമയത്ത് അവിടെ എവിക്റ്റഡ് എന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. ഋഷിക്കാണെങ്കിൽ അറിയാമല്ലോ നമുക്ക്, അവർ ഇവിടെ വന്ന അന്ന് മുതലൊരു ട്രൂലി ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ്. ഋഷി അത് പറയൂ, ആരെന്ത് പറഞ്ഞാലും എനിക്ക് എന്താ പറയുക, അൻസിബ എൻ്റെ ഒരു സിസ്റ്റർ പോലെയാണ്. അതുപോലെ അൻസിബയ്ക്കും ഋഷി ഒരു അനുജനെ പോലെയാണ്. ഒരു ട്രൂലി എന്താ പറയുക, ഒരു സഹോദര ബന്ധം തന്നെയാണ് കേട്ടോ. നീ കരയേണ്ട, നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയുന്നത് അഭിഷേക് ശ്രീകുമാറാണല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പോയാലും അവൻ നിനക്ക് നല്ലൊരു കൂട്ടായിരിക്കും എന്ന രീതിയിൽ സംസാരിച്ചു. ആ സമയം ജിൻഡപ്പനും വന്നു, എല്ലാവരും വന്ന്
പെട്ടെന്ന് എന്താ പറയുക ആശ്വസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മിൽമയുടെ സ്നേഹോപഹാരമൊക്കെ കൊടുത്തതിന് ശേഷം അൻസിബയാണെങ്കിൽ നീ എൻ്റെ സ്പ്രേ വെച്ചോ, ഇത് എൻ്റെ സ്മെല്ലാണ് എന്ന രീതിയിൽ ഋഷിക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര ഒരു ഹാർട്ട് ടച്ചായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഋഷി ഭയങ്കര അപ്സെറ്റ് ആയിപ്പോയി. അതിനുശേഷം ഒരു ഫോട്ടോസൊക്കെ എടുത്തിട്ട് എന്താ പറയുക എല്ലാവരോടും നന്ദി പറഞ്ഞ് ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ട് അൻസിബ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് നേരെ ലാലേട്ടൻ്റെ അടുത്തേക്ക് വന്നിട്ട് അപ്പോൾ ലാലേട്ടൻ പറഞ്ഞ് എത്ര നാളായില്ലേ ആൾക്കാരെ കണ്ടിട്ട്, പുറത്തേക്ക് വന്നപ്പോൾ സങ്കടമായോ? 11 ആഴ്ചയിൽ 9 പ്രാവശ്യമാണ് അൻസിബ എവിക്ഷനിലേക്ക് വന്നിരിക്കുന്നത്. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? എനിക്ക് നന്ദി മാത്രമേ ഉള്ളൂ. ഞാനായിട്ട് മാത്രമേ അവിടെ നിന്നിട്ടുള്ളൂ, കള്ളത്തരങ്ങളൊന്നും കാണിച്ചിട്ടില്ലെന്ന രീതിയിൽ അൻസിബ എല്ലാവർക്കും നന്ദി പറഞ്ഞിട്ട് ബിഗ് ബോസ് വീട്ടിൽ കയറിയത് മുതൽ ഇറങ്ങിയത് വരെയുള്ള ഓരോ കാര്യങ്ങളായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. പ്ലാസ്മ TV-യിൽ അൻസിബ അത് കാണുന്നുണ്ടായിരുന്നു. എന്നിട്ട് ലാലേട്ടൻ ഓക്കെ നന്നായി വരൂ, ഗോഡ് ബ്ലെസ് യു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഫൈനൽ കാണാമെന്ന് പറഞ്ഞ് അൻസിബയെ യാത്ര ആക്കിയിരിക്കുകയാണ്. അതിനുശേഷം നേരെ നമ്മുടെ ഹൗസിനകത്തേക്ക് കാണിക്കുന്നു. 10 പേരായി ചുരുങ്ങിയിരിക്കുകയാണ്. പ്രേക്ഷകവധി നിങ്ങൾ വിചാരിക്കുന്നതിലും മേലെയാണ്. നന്നായിട്ട് കളിക്കൂ. അടുത്ത ആഴ്ച ടിക്കറ്റ് ഫിനാലയിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയിരിക്കുന്ന ആരാണെന്ന് നമുക്ക് കാണാം. അതുകൊണ്ട് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് ഗുഡ് ബൈ പറഞ്ഞ് ശുഭരാത്രിയൊക്കെ പറഞ്ഞ് ലാലേട്ടൻ എന്താ പോയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മുടെ അൻസിബ എവിക്ഷൻ ആയിരിക്കുകയാണ്. മാത്രമല്ല ടിക്കറ്റ് ഫിനാലേക്ക് വേണ്ടിയുള്ള ബോണസ് പോയിന്റ് ജാസ്മിനാണ് നേടിയിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസം ബിഗ് ബോസ് വീട്ടിൽ നടന്നിരിക്കുന്നത്. നാളത്തെ ദിവസം മുതൽ പുതിയ പുതിയ ടാസ്കുകൾ വരും, പുതിയ പുതിയ ഗസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. നല്ല നല്ല റിവ്യൂമായിട്ട് ഞാനും വരാം. ആദ്യമായിട്ടാണ് ബിജി രമേശ് വ്ളോഗ്സ് എന്ന ഈ ചാനൽ നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് നാളത്തെ റിവ്യൂമായി ഞാൻ വരാം. അതുവരെ നിങ്ങൾ നിന്നിവിടെ പറയുന്നു ബിജി രമേശ് വ്ളോഗിലെ ബിജി. ഇഷ്ടം തരണം, കൂട്ടുകൂടാൻ മറക്കല്ലേ. ബൈ ബൈ.